ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇൻഫാക്ട് നമ്മൾ ഓൾറെഡി ഈ ഡിവൈസിനെ കുറിച്ച് ഒരു ക്വിക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്തായിരുന്നു. നമ്മൾ സംസാരിക്കുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ സീരീസായ OnePlus N6. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് നോർഡ് സീരീസ് അല്ല, ഇതൊരു പുതിയ സീരീസാണ് N6. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലേക്കാണ് OnePlus വരുന്നത്. അതായത് എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ ഒരു 15 to 20,000 രൂപയുടെ ഒരു സെഗ്മെന്റിലാണ് ഈ ഒരു ഡിവൈസ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ OnePlus N6 ഇനി അതിൽ കൂടുതലാവും എനിക്കറിയില്ല, എന്നാലും OnePlus N6 ആ ഒരു പ്രൈസ് കാറ്റഗറിയിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇൻഫാക്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ്, അതായത് അൾട്രാ ബഡ്ജറ്റ് ഫോൺസ് OnePlus ഇറക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ, അറ്റ്ലീസ്റ്റ് ഇൻ ഇന്ത്യയിൽ. അപ്പോൾ അത് കാരണം ഈ ഒരു ഡിവൈസ് പ്രത്യേകത ഉണ്ട്, കാരണം ഒരു പുതിയ സീരീസ് ഇറക്കുകയാണ്. കാരണം OnePlus ആദ്യം ഒരു നമ്പർ സീരീസ് മാത്രമേ ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് നോഡ് സീരീസ് കോവിഡിന്റെ സമയത്ത് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു N സീരീസ്, അതായത് OnePlus N6 എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഇറക്കണം. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ ഡിവൈസിന്റെ ഫീച്ചേഴ്സ്, അതേപോലെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. ഇൻഫാക്ട് ഈ ഡിവൈസ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 2 ആഴ്ചത്തോളമായി. അപ്പോൾ ഈ ഒരു ഡിവൈസിന് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും എക്സ്പീരിയൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ OnePlus N6ന്റെ ക്വിക്ക് അൺബോക്സിങ്ങും അതേപോലെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും എക്സ്പീരിയൻസും ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് OnePlus N6ന്റെ ബോക്സ് പാക്കേജ്. ഇവിടെ 6 എഴുതി ചെയ്യണം, OnePlus എഴുതി ചെയ്യണം. ഇവിടെ ക്വിക്ക് സ്പെസിഫിക്കേഷൻസ് ആണ്. MediaTek Dimensity 6360 Apex ചിപ്പാണ്. അതേപോലെ മാസീവ് 8000 mAh ബാറ്ററി, 120 Hz ഡിസ്പ്ലേ, അതേപോലെ 50 MP ക്യാമറ. ഇവിടെ OnePlus N6 എഴുതി ചെയ്യണം. 6120 ആണ് നമ്മുടെ വേരിയന്റ്. മിഡ് നൈറ്റ് ഗ്രീൻ എന്നാണ് ഇതിൻ്റെ കളർ പറയുന്നത്. പിന്നെ ബാക്കി വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒബ്വിയസ്ലി ബ്ലാക്ക് കളർ ആ കേസ് ഒക്കെ വരുന്ന ബോക്സാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു TPU കേസാണ്, അതേ കളറിലുള്ള TPU കേസാണ്, ഫോണിൻ്റെ കളറിൽ തന്നെയുള്ള TPU കേസാണ്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്, ഇതിനകത്ത് ഇൻഫർമേഷനും എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണാണ്, ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇത് കൂടാണ്ട് തന്നെ വരുന്നത് നമുക്ക് ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഇതാണ് 45 വാട്ട് ചാർജറിങ്ങളുടെ ഇൻ ദ ബോക്സ് പാക്കേജിങ്. പിന്നെ നമുക്കൊരു ചാർജിങ് കേബിളാണ്, അതേപോലെ ഒരു സിം ഇജക്ടർ പിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് OnePlus N6, OnePlusന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസാണ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുമ്പോൾ ബാക്കിലൊരു മാറ്റ് ഫിനിഷാണ്, നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. ഇത് ഒബ്വിയസ്ലി പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഈ ഒരു ക്യാമറ മോഡ്യൂളുണ്ട്. OnePlusന്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ OnePlus 15, അതേപോലെ നോർഡ് ആ ക്യാമറ യൂണിറ്റും എല്ലാം കണ്ടില്ല, അതേ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. ഇവിടെ നമുക്ക് OnePlusന്റെ ലോഗോ കാണാം. OnePlus നോർഡും 15 ഒക്കെ തന്നെ ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് പോലെ. പിന്നെ ഇതിനകത്ത് ഇത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുള്ള ഡിവൈസാണ്. അതേപോലെ തന്നെ ഈ എഡ്ജസ് എല്ലാം ടഫ് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമ്പാക്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതായത് വീഴുമ്പോൾ ആ ഇമ്പാക്റ്റ് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്, മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയിൽ ആക്ച്വലി അറൌണ്ട് 7 years ഓഫ് ബാറ്ററി യൂസേജ് ഉണ്ട്. അതായത് 7 years യൂസ് ചെയ്താലും 80% ബാറ്ററി ഉണ്ടാവും എന്നുള്ളതാണ് OnePlusന്റെ ക്ലെയിം. അപ്പോൾ ബാറ്ററി ഡ്യൂറബിലിറ്റിക്കും ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജസ് വെരി സിമിലർ ടു OnePlusന്റെ ഈ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. ഇവിടെ സൈഡിൽ ഫിംഗർ പ്രിന്റ് സ്കാനറും പവർ ബട്ടണും വോളിയം കീസുമാണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ് സൈഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം, ഇവിടെ USB Type-C പോർട്ട് കാണാം, സിം ട്രെയിൻ കാണാം. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ സൈഡിലെ ഇത്. ഇനി ഫ്രണ്ട് പാനലിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. അതല്ലേ, പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. പക്ഷേ ബെസൽസ് ഡെഫിനറ്റ്ലി ലാർജ് ആണ്, എസ്പെഷ്യലി താഴത്തെ ബെസൽസ് ഉണ്ടല്ലേ വളരെ ലാർജ് ആണ്. എഗെയിൻ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ളതിലേക്കാണ് കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ. ഈ ഒരു ബെസൽസ് ഡെഫിനറ്റ്ലി ലാർജാന്ന് പറയാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു IPS LCD പാനലാണ്. പക്ഷെ അതല്ല ഇതിലെ പ്രോബ്ലം, ഇതൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അറൌണ്ട് 1200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ HD കൊടുക്കാമായിരുന്നു. IPS LCD ഓക്കെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം കുറേ കൂടെ. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലേക്ക് ഇപ്പോൾ IPS LCD വരുന്ന, AMOLED ഒന്നും വരുന്നില്ല. എന്നാൽ ഫുൾ HD കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ടച്ച് റെസ്പോൺസ് ഒക്കെ കൊള്ളാം, കളേഴ്സും ഡീസെൻ്റ് ആണ്, കുഴപ്പമില്ല. എഗെയിൻ HD+ ആകുമ്പോൾ ആ ഒരു കളർ റിച്ച്നെസ് ഉണ്ടാവില്ല നമുക്ക് ഒരു ഫുൾ HDൻ്റെ.
അപ്പോൾ ആ ഒരു പോരായ്മയാണ് എനിക്ക് തോന്നിയത് ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആട്ടോ, ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. OnePlus നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഒബ്വിയസ്ലി പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കൊടുത്തത് നല്ലതാണ്, പക്ഷേ ഫുൾ HD കൊടുക്കാമായിരുന്നു. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സിജൻ 16.0.5 ആണ്. ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ സ്പെക്സിക് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആൻഡ്രോയിഡ് 16 ജൂണിലെ സെക്യൂരിറ്റി പാച്ചാണ് വരുന്നത്. നമുക്ക് കിട്ടിയ വേരിയൻറ്റ് 6/128 ആണ്. ഇതിൽ വേറെ വേരിയൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അഗെയിൻ 120 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അതേപോലെ നമുക്ക് റാം എക്സ്പാൻഷൻ ഓപ്ഷനും ഉണ്ട്. പിന്നെ UI എക്സ്പീരിയൻസ് നല്ല, നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്, ഫ്ലക്സ് തീംസ് കണ്ടില്ലേ, അതിൽ തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഐക്കൺസ്, ഫോൺസ് അങ്ങനത്തെയൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ അത്രയും ഓപ്ഷൻസ് ഇല്ല, ഇതിൽ കുറച്ച് ലിമിറ്റഡ് ആണ്. ഒബ്വിയസ്ലി AMOLED ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് ഡിസ്പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ OnePlusന്റെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ AI ഫീച്ചേഴ്സ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. AI ഫീച്ചേഴ്സ് നമ്മൾ കണ്ടില്ല ആക്ച്വലി OnePlusന്റെ. എന്നാൽ AI ഫീച്ചേഴ്സ്, ബേസിക് AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇമേജ് എഡിറ്റിംഗ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാൽ അഡ്വാൻസ് AI ഫീച്ചേഴ്സ് ഇതിനകത്തില്ല. ഒബ്വിയസ്ലി ഇതൊരു പവർഫുൾ ചിപ്പ് അല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ബേസിക്കായ AI ടൂൾസ് ഒക്കെ ഉണ്ട്. AI ഇറേസർ, AI പോർട്രേറ്റ് ഗ്ലോ എന്നൊക്കെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ഇമേജ് എഡിറ്റർ ടൂളിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ ഓപ്ഷൻസ് ഈ ഒരു ഡിവൈസിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓവറോൾ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല സ്മൂത്ത് ആയിട്ട് എക്സ്പീരിയൻസ്, അത് പറയാതിരിക്കാൻ വയ്യ. ഈവൻ ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിലും OnePlusന്റെ ഓക്സിജൻ OS വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈവൻ ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിലും OnePlusന്റെ ഓക്സിജൻ OS എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആയിട്ടാണ് അല്ലേ, നല്ല സ്മൂത്ത് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഇഷ്യൂസോ ലാഗ്സോ ഒന്നും തന്നെ ഇല്ല. മൾട്ടി ടാസ്കിങ്ങും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒപ്റ്റിമൈസേഷൻ നല്ലതാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. സോഫ്റ്റ്വെയറും ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു, അതേപോലെ സോഫ്റ്റ്വെയർ, ഡിസ്പ്ലേ, പെർഫോമൻസ്, പിന്നെ എന്താ പറയുക, ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഏറെക്കുറെ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആണെന്നൊക്കെ പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ്, അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഇത് പവർ ചെയ്തിരിക്കുന്നത് Dimensity 6360 എപെക്സ് ചിപ്പാണ്. അഗെയിൻ ഇതൊരു ഒരുപാടൊരു പുതിയ ചിപ്പൊന്നുമല്ല, എന്നാൽ ഒരു ഏറെക്കുറെ Dimensity 6300 പോലത്തെ തന്നെയാണ്. ഏതാണ്ട് 6 ലക്ഷമൊക്കെയാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. 6 to 6.25 ലക്ഷം ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ആൻറ്റിറ്റ്യൂഡ് സ്കോർ കുഴപ്പമില്ല, ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ്. വേരിയന്റ് 6 GB റാം ആണ്. അതേപോലെ 120 GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇനി വേറെ വേരിയൻ്റ് ഉണ്ടോ എനിക്കറിയില്ല. 6/128 നമ്മുടെ കയ്യിലുള്ള വേരിയൻ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു, പിന്നെ ചിലപ്പോൾ 8 GB വേരിയൻ്റ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല. വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല നമുക്ക്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്ത് ആണ്, ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. OnePlus ഒരു ഓക്സിജൻ OS അല്ലെങ്കിൽ തന്നെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ ഈവൻ ബഡ്ജറ്റ് ചിപ്പ് ആകുമ്പോഴും പോലും ആ ഒരു ഇഷ്യൂ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടാണല്ലോ. ഈ ഡേ ടു ഡേ പെർഫോമൻസ് ഒക്കെ വളരെ ലാഗ് ഫ്രീ ആണ്, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ളതിലേക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് അപ് ടു 400% വോളിയം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു അക്കോസ്റ്റിക് ചേംബർ ഉണ്ട്. അപ്പോൾ അതിൽ വഴി നമുക്ക് വോളിയം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ 400% വോളിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഒബ്വിയസ്ലി IPS LCD ആവുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറില്ല, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത്. ഫിംഗർ പ്രിന്റ് സ്കാനർ കുഴപ്പമില്ല. പിന്നെ എല്ലാ നെറ്റ്വർക്ക് ഇതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. 5G നെറ്റ്വർക്ക് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ പ്രോബ്ലം ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. അഗെയിൻ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ ഈസിലി നമുക്ക് ചെയ്യാം. എന്നാൽ ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് അല്ല. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, Dimensity 6360 എന്ന് പറഞ്ഞാൽ എപെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതിനകത്ത് വേപ്പർ ചേംബർ ഉണ്ട്, കൂളിംഗ് ഉണ്ട്, നല്ലൊരു ലോങ്ങർ വേപ്പർ ചേംബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫാക്ട് ഈവൻ ഹെവി ടാസ്ക് യൂസ് ചെയ്താലും ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൽ സാറ്റിസ്ഫാക്ടറി ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതൊരു പവർഫുൾ ചിപ്പ് ഒന്നാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഒരു ബഡ്ജറ്റ് ചിപ്പ് എന്നുള്ള നിലയ്ക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിൽ വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MP റിയർ ക്യാമറ, f1.8 അപ്പർച്ചർ, ഒരു 8 MP അൾട്രാ വൈഡ് ആണ്. റിയർ ക്യാമറയിൽ നമുക്ക്
1080p 60 FPS റെക്കോർഡിംഗ് ഉണ്ട്, 4K ഇല്ല, അതാണ് മാക്സിമം. എന്നാൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p 30 FPS ആണ് റെക്കോർഡിംഗ് വരുന്നത്. ക്യാമറ UI ഏറെക്കുറെ നമ്മുടെ റെഗുലർ UI ഓപ്ഷൻസ് ആണ്. വീഡിയോ റെക്കോർഡിംഗ്, പോർട്രേറ്റ് മോഡ്, അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഇത്രയൊക്കെ തന്നെയാണ് ക്യാമറയിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം എന്താ പറയുക, OnePlus N6 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഇൻഫാക്ട് ഡേലൈറ്റ് ക്യാപ്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. ആക്ച്വലി നല്ലൊരു ഡീറ്റെയിൽഡ് ഉണ്ട്, കളേഴ്സ് ഒക്കെ നല്ലതാണ്, നല്ല കളർ സയൻസ് ആണ് വരുന്നത്. ഓവറോൾ ക്ലാരിറ്റിന്റെ കാര്യത്തിലും കുഴപ്പങ്ങളൊന്നും തന്നെ പറയാനില്ല. ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ളതിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ പോർട്രേറ്റ്സ് ആണെങ്കിലും ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ളതിലേക്ക് ഈ ക്യാമറ സാമ്പിൾസ് നല്ലതാണ്. അഗെയിൻ വീഡിയോ റെക്കോർഡിംഗ് നേരത്തെ പറഞ്ഞ പോലെ 1080p 60 FPS മാക്സിമം സപ്പോർട്ട് ഉള്ളൂ. പിന്നെ സെൽഫീസിന്റെ കാര്യമാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു സെൽഫി എക്സ്പീരിയൻസ് ഉണ്ട്. കളേഴ്സൊക്കെ അത്യാവശ്യം നാച്ചുറൽ ലുക്കിംഗ് ആണ്. ഒരു ഡീസെന്റ് 8 MP ഷൂട്ടർ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ക്യാമറ സാമ്പിൾസ്. ഇനി വളരെ ക്വിക്കായിട്ട് നമുക്ക് വീഡിയോ സാമ്പിൾസ് കൂടി കാണാം. ഇതാണ് OnePlus N6 എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അനുയോജ്യമായാണോ ക്യാമറയാണോ എന്നുള്ളതാണ് നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കുഴപ്പമില്ല. വീഡിയോ ക്വാളിറ്റി ക്വയറ്റ് ആവറേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ക്യാമറ സാമ്പിൾസ് അത്യാവശ്യം ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി അടുത്ത് ഇതിന്റെ ബാറ്ററിയിലേക്ക് പോകാം. 8000 mAh ബാറ്ററി, അതാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. 45 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഗെയിൻ 45 watt ചാർജർ ബോക്സിനകത്ത് ബണ്ടിലാണ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. 8000 mAh ബാറ്ററി, IPS LCD ഡിസ്പ്ലേ, അടിപൊളി എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടുന്നുള്ളത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. റിവേഴ്സ് ചാർജിങ് ഉണ്ട്, അതായത് വേറൊരു ഡിവൈസ് നിങ്ങൾക്ക് വേണ്ടി ചാർജ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ലൈഫ് അടിപൊളിയായിരിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം IPS LCD ഡിസ്പ്ലേ ആണ്, അതും HD+ ആണ്. അപ്പോൾ ഒട്ടും തന്നെ പവർ വേണ്ട എന്നുള്ളതാണ് എൻ്റെത്. പിന്നെ പ്രോസസ്സർ ആണെങ്കിൽ വളരെ ബേസിക് ആണ്. അപ്പോൾ ഹെവി ബാറ്ററി യൂസേജ് ആണെങ്കിൽ പോലും നമുക്ക് ഡെഫിനറ്റ്ലി മോർ ദാൻ എ ഡേ ഈസിലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതായിരുന്നു OnePlusന്റെ ഏറ്റവും പുതിയ OnePlus N6ന്റെ ക്യുക്കായ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഓവറോൾ എനിക്ക് തോന്നുന്നു പ്രൈസും കൂടെ കണ്ടാലേ എനിക്കൊരു വേർഡിക്റ്റ് പറയാൻ പറ്റുള്ളൂ. 15,000 to 20,000 rupees ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ് ഒക്കെ. ഇതിന്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്ട് OxygenOS ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫും കിട്ടുന്നുള്ളതാണ്. പിന്നെ ഡീസന്റ് ക്യാമറ എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഇതായിരുന്നു OnePlus N6ന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നല്ലതാണോ അതോ വാല്യൂ ഫോർ മണി അല്ലേ, എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.